നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മാള പ്രതികരണ വേദി രജത ജൂബിലി ആഘോഷം നടന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു. തൃപ്രയാർ കേന്ദ്രമായി പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ആരംഭിച്ചു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മാള പ്രതികരണ വേദി രജത ജൂബിലി ആഘോഷം നടന്നു. മാള സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര മാള ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഘടന മാളയിൽ പ്രവർത്തനത്തിലൂടെ 25 വർഷം തികയ്ക്കുന്നതും സിൽവർ ജൂബിലി ആഘോഷിക്കുന്നതെന്നും മനസ്സിലാക്കുന്നത്. ഇത്തരം സംഘടനകളെ നിരവധി പ്രശ്നങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടനയുടെ ഉടലും തലയും എന്ന് പറയുന്നത് നമ്മുടെ സലാമിക്കയും അതിന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ ആദരവ് സ്വീകരിക്കുന്ന ഡോക്ടർ ജോയി കൈതാരത്ത് അനിൽ മാളയവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. പ്രതികരണ വേദി പ്രസിഡന്റ് സലാം ചൊവ്വര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഡോക്ടർ അബ്ദുൽ സലാം, ജോയ് കൈതാരത്ത്, അനിൽ മാള എന്നിവരെ ആദരിച്ചു. പൊയ്യ പഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ അഷ്റഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാള യൂണിറ്റ് പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ, സംഘാടക സമിതി ചെയർമാൻ എ വി തോമസ്, പ്രതികരണ വേദി സെക്രട്ടറി ഐ എ കാസിം എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. തൃപ്രയാർ കേന്ദ്രമായി പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ആരംഭിച്ചു. വലപ്പാട് ഏങ്ങൂർ ഭുവനേശ്വരി ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. വലിയ പ്രശ്നമായി കാലഘട്ടത്തിൽ അതൊക്കെ വലിയ അശ്ലീലമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറി. നമ്മുടെ പദങ്ങൾ, മലയാളികൾ ഉപയോഗിക്കുന്ന പദങ്ങളും മലയാളികൾ ഉപയോഗിക്കുന്ന ബിംബങ്ങളും ഒക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംഗീതത്തിന്റെ സ്വഭാവം മാറുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാളത്തിൽ ഇപ്പൊ നീലക്കുയിൽ തുടങ്ങിയിട്ടുള്ള മലയാളിയുടേതായ ഒരു സംഗീതം ഉണ്ടായിരുന്നു. അതിനുമുമ്പൊക്കെ ഉത്തരേന്ത്യൻ സംഗീതത്തെയും ഉത്തരേന്ത്യൻ വരികളൊക്കെ അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ ട്യൂണിനും വേണ്ടിയിട്ട് മലയാളം പദങ്ങൾ എഴുതുകയായിരുന്നു. അതിൽ നിന്ന് മാറി നീലക്കുയിൽ മുതലാണ്. നീലക്കുയിൽ മുതൽ കുറേ കാലം ഉണ്ടായിരുന്നതാണ്. പിന്നീട് ഇപ്പോഴത്തെ ജനറേഷൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ പാട്ട് കേട്ട് ശീലിക്കുന്നത് അങ്ങനത്തെ പാട്ടുകളാണ്. പഴയ കാലത്തെ പാട്ടുകൾ പുതിയ തലമുറയിലെ കുട്ടികളുടെ എസ്എസിലെ പാട്ട് കേൾക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കില്ല. അവർ നമ്മൾ വെച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് പോകും. അവർക്ക് ഓറടിക്കുന്നു. കാരണം ഇതിന് അത്രമാത്രം കേട്ടിരിക്കാനുള്ള ക്ഷമയില്ല. അത് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള അതിലുപയോഗിച്ചിട്ടുള്ള ബിംബങ്ങളും വാക്കുകളൊക്കെ തിരിച്ചറിയാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനൊന്നും അവർക്ക് കഴിയാത്തതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ പാട്ടുകൾ ഈ മലയാള സിനിമയിൽ ഉണ്ടാകില്ലെങ്കിലും ഉണ്ടായ പാട്ടുകൾ യേശുദാസും ജയചന്ദ്രനും ബ്രഹ്മാനന്ദനും സുശീലാമ്മയും ക്രിസ്ത്യാനിയും അങ്ങനെ ഒരുപാട് കാര്യം അതിനുശേഷം വന്ന കാര്യമൊക്കെ തന്നെ എല്ലാവരും നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീത സംവിധായകരും രചയിതാക്കളൊക്കെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള പാട്ടുകളൊന്നും ഇവിടെ ഇല്ലാണ്ടാവില്ല. പുതിയ തലമുറ കേട്ടില്ലെങ്കിലും ഇനി കുറേ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ ഒരു തലമുറ അത് ചിലപ്പോൾ ആവർത്തിച്ച് കേട്ടുകയും. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം, അത്ഭുതപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ റിയാലിറ്റി ഷോകളിലെല്ലാം കൊച്ചു കുട്ടികളെ പാടുന്നത് പഴയ തലമുറയുടെ പാട്ട്. പി ജയചന്ദ്രന്റെ പേരിലുള്ള ഫൗണ്ടേഷൻ ആദ്യം മണപ്പുറത്ത് നിന്ന് ആരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കമൽ പറഞ്ഞു. ഫൗണ്ടേഷൻ ചെയർമാൻ മധു ശക്തിധര പണിക്കർ അധ്യക്ഷനായി. എഴുത്തുകാരനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് പി ജയചന്ദ്രൻ അനുസ്മരണം നടത്തി. പിന്നണി ഗായകൻ കിഷൻ ശ്രീബാൽ, സീരിയൽ നടൻ ഷൈജൻ ശ്രീവത്സം എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, കോർഡിനേറ്റർ ജയചന്ദ്രൻ, പ്രൊഫസർ ദേവദാസ്, ഷൈൻ നെടിയിരിപ്പിൽ, പ്രീതി കഴിമ്പ്രം തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച സിയ ശ്രുതി, അഫ്ര ഫാത്തിമ, അൻസാം ഈനാസ്, പ്രണയ പ്രശാന്ത്, ശ്രദ്ധ സുരേന്ദ്രൻ, മങ്ങാട്ട് തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് മ്യൂസിക് ഫൗണ്ടേഷൻ അവതരിപ്പിച്ച ഗാനവിരുന്ന് അരങ്ങേറി. യൂത്ത് കോൺഗ്രസ് വെള്ളാങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെയും തൃശൂർ IMAയുടെയും സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പും ബ്ലഡ് ഡൊണേഷൻ ഫോറം രൂപീകരണവും നടത്തി. റോജി എം ജോൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് മുഖ്യാതിഥിയായി. മണ്ഡലം പ്രസിഡന്റ് മഹേഷ് ആലിങ്ങൽ അധ്യക്ഷത വഹിച്ചു. റിയാസ് വെളിത്തേരി, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ, AA മുസമ്മിൽ, KSU സംസ്ഥാന സെക്രട്ടറി ആസിഫ് മുഹമ്മദ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അബ്ദുൽ അസീസ്, ആഷിറ അൻസാർ, അസീറ മുത്തലീബ്, കബീർ കാരുമാത്ര, അനൂപ് ആനപ്പാറ,
ഫസീഖ് കരുപ്പടന്ന, സമദ് വെള്ളാങ്കല്ലൂർ, കോൺഗ്രസ് നേതാക്കളായ EV സജീവ്, അയൂബ് കരുപ്പടന്ന, A ചന്ദ്രൻ, സാബു കണ്ടത്തിൽ, EK ജോബി, പ്രശോഭ്, അശോകൻ, V മോഹൻദാസ്, അനസ്, IMA മെഡിക്കൽ ഓഫീസർ രാധാകൃഷ്ണൻ, പഞ്ചായത്ത് മെമ്പർമാരായ K കൃഷ്ണകുമാർ, ഷംസു വെളുത്തേരി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മായ രാമചന്ദ്രൻ, റസിയ അബു, ജബി അലിയാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്ത യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളിലെ രക്തദാന പരിപാടികളുടെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ IMAയുമായി ചേർന്നാണ് ഇന്ന് ഈ രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ശരത്ലാലിനെയും കൃപേഷിനെയും ഷുഹൈബിനെയും ഓർക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് രക്തദാന ക്യാമ്പുകളായി അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പരിശോധന ക്യാമ്പുകളൊക്കെയായി യൂത്ത് കോൺഗ്രസിൻ്റെ യൂത്ത് കെയർ പദ്ധതിയുടെ ഒരു പ്രവർത്തനങ്ങൾ ഇതുപോലെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കടന്നു വന്ന് വെള്ളാങ്കല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെയും യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹികളെയും അതോടൊപ്പം തന്നെ ഇവരോട് ചേർന്ന് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കടന്നു വന്നിട്ടുള്ള തൃശ്ശൂർ IMAയുടെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള അതായത് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ വേണ്ടി ഈ അവസരം. പൊയ്യ സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൊയ്യ ഫാത്തിമ കോൺവെന്റിലെ അന്തേവാസികളായ അമ്മമാർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. നിർധനർക്കും രോഗികൾക്കും കൈത്താങ്ങായി പൊയ്യ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന സാന്ത്വനം ചാരിറ്റബിൾ സൊസൈറ്റി 2021 ആരംഭിച്ച സംഘടന ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ഇതുവരെ 100-ൽ പരം കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി. രോഗികൾക്കും അശരണർക്കും സാമ്പത്തിക സഹായമായും നിർധനരായ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തും പൊയ്യ സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് കെയറിലേക്ക് വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക് വിതരണം എന്നിവയുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്നു വരികയാണ്. ഫാത്തിമ കോൺവെന്റിൽ നടന്ന ഭക്ഷണ വിതരണത്തിൽ സംഘടനാ പ്രസിഡന്റ് ജോബിൻ, സെക്രട്ടറി ബിജോയ്, വൈസ് പ്രസിഡന്റ് VG സുബ്രഹ്മണ്യൻ, സത്യൻ, ജോയ് എന്നിവർ നേതൃത്വം നൽകി. പൊയ്യ അഫ്രം പള്ളി വികാരി ഫാദർ ലിൻഡോ പ്രാർത്ഥനാ ചടങ്ങ് നിർവഹിച്ചു. മദർ സുപ്പീരിയർ ഷീല, സംഘടനാ മെമ്പർമാരായ സോമൻ, പ്രസാദ്, MR ഉണ്ണി, ജിബീഷ്, ഷാജി പാറയിൽ, തമ്പി, ഷിബു പാർക്കൽ, അനീഷ്, സുനിൽ, മേരി, സതി എന്നിവർ സന്നിഹിതരായിരുന്നു. നാല് പതിറ്റാണ്ടായി മാള ആലത്തൂർ ഹനുമാൻ സന്നിധി ക്ഷേത്രത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ശതാഭിഷിക്തനായ ഇളന്തുരുത്തി നാരായണൻ നായർക്ക് ക്ഷേത്രം കമ്മിറ്റി ആദരവ് നൽകി. ആലത്തൂർ ഹനുമാൻ സന്നിധിയിൽ നൽകിയ ആദരവ് ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി കിഴക്കിനിയടുത്ത് മേക്കാട് നാരായണൻ നായരെ പൊന്നാട അണിയിച്ചു. ക്ഷേത്രം ട്രസ്റ്റി TN പ്രകാശ് ഉപഹാരം നൽകി. മേൽശാന്തി ശ്രീകൃഷ്ണൻ ഓണപ്പുടവ നൽകി. കുഴൂർ വിജയൻ മാരാർ, മാതൃസമിതി അംഗങ്ങൾ എന്നിവരും അദ്ദേഹത്തെ ആദരിച്ചു. ആദരവ് ചടങ്ങിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ കളഭം, മേളം, പഞ്ചവാദ്യം എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. CPIMന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 25-ന് നടത്തുന്ന മാർച്ചിന്റെ പ്രചരണാർത്ഥം മാള ഏരിയാതല കാൽനട പ്രചരണ ജാഥ നടന്നു. രാവിലെ പൊയ്യയിൽ നിന്നും ആരംഭിച്ച ജാഥ ചെന്തുരുത്തി, മാള, പള്ളിപ്പുറം, പൂപ്പത്തി, കുരുവിലശ്ശേരി, വലിയപറമ്പ്, കോട്ടമുറി എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി വൈകിട്ട് മാള സെന്ററിൽ സമാപിച്ചു. സമാപന സമ്മേളനം PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നയിച്ചിരുന്ന കാലത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് 6 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. കേന്ദ്രത്തിൽ 6 കേന്ദ്രമന്ത്രിമാർ. അതിൽ ആന്റണി അടക്കമുള്ള, ഇന്ന് കടയടച്ചിരിക്കുന്ന ആന്റണി അടക്കമുള്ള 6 കേന്ദ്രമന്ത്രിമാർ കേരളത്തെ പ്രതിനിധീകരിച്ച് കേന്ദ്രത്തിലുണ്ടായി. ആ കോൺഗ്രസും ഇതേ നയമാണ് സ്വീകരിച്ചത്. പിന്നീട് അധികാരത്തിൽ വന്ന BJPയുടെ ഗവൺമെന്റും ഇതേ നയമാണ് സ്വീകരിച്ചത്. എന്നിട്ടോ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ പിന്നെ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്ന പച്ച നുണയെ ആവർത്തിക്കാൻ ഇവർ ശ്രമിക്കുക. TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ DK സന്തോഷ്, M രാജേഷ്, സലി അസീസ്, ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ, CS രഘു, PR രതീഷ്, IS അക്ഷയ്, MM നൌഷാദ്, PV വിനോദ്, C ധനുഷ് കുമാർ, സിന്ധു ജയൻ, മാനേജർ ഉണ്ണികൃഷ്ണൻ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിലും സമാപന സമ്മേളനത്തിലും സംസാരിച്ചു. ജാഥയിൽ ഉടനീളം സ്ഥിരാംഗങ്ങളായിരുന്നവരെ PK ഡേവിസ് പുസ്തകങ്ങൾ നൽകി ആദരിച്ചു. NK വാസു വായനശാലയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ച പുസ്തകങ്ങൾ വായനശാലയുടെ ഭാരവാഹികളായ ബഷീർ തക്കത്തിനും ഷീബ ഗിരീശനും കൈമാറി.
മാള കോട്ടയ്ക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ 50ാമത് കോളേജ് ദിനാചരണ ആഘോഷങ്ങൾക്ക് തുടക്കമായി. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു കൊടിയേറ്റം നിർവഹിച്ചു. ഏതൊരു മൂലയിലും ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടും മാതൃകയായിരിക്കുന്ന നമ്മുടെ കോളേജ്, നമ്മുടെ ഫാദർ, അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ, അധ്യാപകർ ഒറ്റക്കെട്ടാനെന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ 50ാം വാർഷികം ആഘോഷിക്കുന്ന ദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ ഫ്ലാഗ് ഓപ്പൺ ചെയ്തു. നമ്മൾക്കറിയാം 28ാം തീയതിയാണ് നമ്മൾ ഇത് ആഘോഷിക്കുന്നതിന് മുന്നൊരുക്കമായി ഇന്ന് തന്നെ നമ്മൾ ആഘോഷ പരിപാടികളിലേക്ക് എത്തിക്കണം. നമ്മുടെ വിദ്യാലയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിലവഴിച്ചുകൊണ്ടും ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചുകൊണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മൂല്യമാണ് നമ്മുടെ വിദ്യാലയം. നമ്മൾ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ചിലവഴിക്കുന്ന ഒരിടമാണ് വിദ്യാലയം. വിദ്യ കൊണ്ട് നമ്മൾ സമ്പന്നരാകുമ്പോൾ അതിനൊപ്പം തന്നെ കലാകായിക രംഗത്തേക്കും നമ്മളെ കൈപിടിച്ച് പ്രവർത്തനത്തിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ അധ്യാപകരാണ്. ഏതൊരു കലോത്സവമായാലും നമ്മുടെ സ്കൂൾ ആനുവൽ ഡേ ആയാലും എന്തൊരു പരിപാടിയിലും നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നിറപ്പാർന്ന പങ്കിട്ട് നമ്മളവിടെ പങ്കിടുകയാണ്. ആ ഒരു ദിനത്തിനോടനുബന്ധിച്ച് നമ്മൾ പല മേഖലകളിലേക്കും പലതരത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഇ.ജെ. ജോളി, വാർഡ് മെമ്പർ ലിസി സേവ്യർ, അഡ്വക്കേറ്റ് പോളി ആന്റണി, ഷിജോ തറയിൽ, പ്രൊഫസർ പി.എസ്. ഇന്ദുലേഖ, എ.ആർ. ചന്ദ്രബോസ് എന്നിവർ സംസാരിച്ചു. ആഘോഷങ്ങൾ ഫെബ്രുവരി 28 വൈകിട്ട് സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. മാള പ്രതികരണ വേദി രജത ജൂബിലി ആഘോഷം നടന്നു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിച്ചു. തൃപ്രയാർ കേന്ദ്രമായി പി ജയചന്ദ്രൻ മ്യൂസിക് ഫൗണ്ടേഷൻ ആരംഭിച്ചു. ചലച്ചിത്ര സംവിധായകൻ കമൽ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.